കേക്കുകൾ ഒരുപാട് വൈവിധ്യങ്ങളിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും വ്യത്യസ്തമായ ഒരു ചീസ് കേക്ക് തയ്യാറാക്കുന്ന വിധമാണ്. ഈ ചീസ് കേക്ക് എന്ന് പറയുന്നത് സെമി ഫ്രെഡോ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അത് ഇറ്റാലിയൻ കേക്കാണ്. ഈ സെമി ഫ്രെഡോ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ മീനിങ് പാർഷ്യലി ഫ്രോസൺ എന്നാണ്. നമ്മളിത് സാധാരണ ഓർഡിനറി കേക്കിനേക്കാളും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ് നമ്മളത് സെറ്റാക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ബട്ടർ യൂസ് ചെയ്യാത്തത് കൊണ്ട് നമ്മളത് എത്ര ഫ്രീസ് ആയാലും അതത്ര എന്നാ പറയുന്നത് കട്ടിയിലൊന്നും ആകത്തില്ല. എപ്പോഴും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, നമ്മൾ ഒരു കേക്കിന് 4 എഗ് യോക്കാണ് എടുക്കുന്നത്. പിന്നെ ഇത് ചീസ് മാസ്കപ്പോൺ ചീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ ഈ അമേരിക്കൻ ചീസ് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർ ക്രീമി ചീസും പിന്നെ ജർമ്മനിയിലൊക്കെ ക്വാക്ക് ചീസൊക്കെ യൂസ് ചെയ്യുന്നത്. ബട്ട് നമ്മളിപ്പോൾ ഇത് മാസ്കപ്പോൺ ചീസാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അവൈലബിൾ ആണല്ലേ? ഇല്ല, ഇത് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് പൗഡേർഡ് ഷുഗറാണ്. ഇതാണ് കേക്ക് ജെൽ. ഇത് നമ്മൾ ടോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യും. ഇതാണ് ഹാപ്പി ടോട്ട എന്ന് പറയും നമ്മൾ. പക്ഷേ ഇവിടെ നമ്മളതൊരു ജലാറ്റിന് പകരം ഒരു യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടഡ് സ്റ്റെബിലൈസറാണ് ഹാപ്പി ടോട്ട. നമ്മൾ പക്ഷേ ഇപ്പം അതിന് പകരം ജലാറ്റിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷുഗർ സിറപ്പ്, റാസ്ബെറി ഫ്ലേവറാണ് ചീസ് കേക്കിന് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ജലാറ്റിനാണ്. പിന്നെ ഇതാണ് സ്പഞ്ച് കേക്ക്, വാനില സ്പഞ്ച് കേക്കാണ് യൂസ് ചെയ്യുന്നത്. അതെന്ത് എത്ര ഉണ്ട്? ഇത് നമ്മൾ ജസ്റ്റ് 2 ലെയറിന് വേണ്ടി 2 ലെയറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ബേസ് ഷുഗർ കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ്. ഷുഗർ സിറപ്പ് കൊണ്ട് ട്രീറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ മോൾഡ് വെക്കണം. പിന്നെ നമ്മളത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സവയോൺ ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ എഗ് യോക്കും പൗഡേർഡ് ഷുഗറും ഇട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്യുക ചെയ്യുന്നത്. ഇത് ഷുഗർ എന്തുമാത്രമുണ്ട്? ഓക്കെ, ഇത് ഒരു എഗ് യോക്കിന് 20 ഗ്രാം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ടോട്ടൽ 80 ഗ്രാം ഷുഗർ ഉണ്ട്. ഇപ്പോൾ ഇനി നമ്മളിത് ബോയിൽ ചെയ്യണം. വെള്ളം ഒഴിക്കണം. ഇത് യൂഷ്വലി 2-3 മിനിറ്റ്സ് എടുക്കും. നമ്മൾ സ്പെഷ്യലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എഗ്ഗിൻ്റെ സ്മെല്ല് പോകണം. അതുവരെ നമ്മൾ നല്ലതായിട്ട് ബോയിൽ ചെയ്യണം. ഇത് ഇളക്കി കൊടുക്കണം. കാര്യം ഇത് ഡയറക്റ്റായിട്ട് ഹീറ്റ് അടിച്ചാൽ നമ്മൾ ബോയിൽ ആവത്തില്ല. അപ്പം ഈ സൈഡിലൊക്കെ ബോയിൽ ആവും. അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ഹാഫ് ബോയിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. ഓക്കെ, ഇതിലേക്ക് നമ്മളിനി ജലാറ്റിൻ ആഡ് ചെയ്യുവാണ്. ഇതുപോലെ മെൽറ്റ് ചെയ്ത് വെച്ച് ജലാറ്റിനാണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്യണം. ഇതിനെ ജസ്റ്റ് ഇതുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി. ഈ സവയോണിലേക്ക് നമ്മൾ ചീസ് പൗഡർ ആഡ് ചെയ്യുകയാണ്. ഇത് 20 ഗ്രാം ചീസ് പൗഡർ ഉണ്ട്. വീണ്ടും ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ ഇതിലേക്ക് റാസ്ബെറി ആഡ് ചെയ്യാണ്. ഇത് നമുക്കിപ്പം ബ്ലൂബെറി, റാസ്ബെറി അല്ലെങ്കിൽ എന്നാ പറയുക സ്ട്രോബെറി എല്ലാം നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇതനുസരിച്ച്. നെക്സ്റ്റ് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ഒരു ഫ്രോസൺ ഫോമുല നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. അത് നമ്മൾ 24 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഒരു സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്ത് ഇത് സ്ലോലി തിക്ക് ഫോമിലേക്കാവും. ഇച്ചിരി ഒരു തിക്നെസ് ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഫ്രിഡ്ജിലേ വെക്കാവുള്ളൂ. ഇപ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കും. ഇത് എത്ര ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ? 300 ഗ്രാമാണ് ഒരു കേക്കിന്.
ജസ്റ്റ് നമ്മൾ ഒത്തിരി ബീറ്റ് ചെയ്യണ്ട, ഒന്ന് ഫ്ലേവറായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഈ വിപ്പിംഗ് ക്രീമിൽ. ഇനി നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്, പേസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ മോൾഡ് നമ്മൾ ലൈൻ ചെയ്ത് വെച്ചേക്കുവാണ് ഓയിൽ. അതുകൊണ്ട് ഇത് സ്റ്റിക്ക് ആവത്തില്ല, നമുക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിലേക്ക് റാസ്ബെറി, നമ്മൾ നെക്സ്റ്റ് ലെയർ വെക്കുവാണ്. അത് നമ്മൾ ആദ്യത്തെ ലെയറിനെ പോലെ ഷുഗർ വാട്ടർ ഇട്ട് ട്രീറ്റ് ചെയ്യണം. വീണ്ടും നമ്മളിത് വെച്ച് നമ്മൾ ലെവലാക്കുവാണ്, പ്ലെയിൻ ആക്കി. ഇനി നമ്മളിനി ഇതിനെ ഫ്രീസറിൽ ഏകദേശം ഒരു 2-3 hours വെക്കണം ഇത് സെറ്റ് ആവാൻ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ 3 hours ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ റാസ്ബെറി വെച്ച് ടോപ്പ് ചെയ്യാൻ പോവാണ്. ഈ കേക്ക് ജെൽ ഇതിന് ഇച്ചിരി ഒരു ഗ്ലോസി എഫക്റ്റും മാത്രമല്ല ഇത് ഡ്രൈ ആകത്തുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യണമായിട്ട്. പ്യുവറായിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഇതിനെ ഡിമോൾഡ് ചെയ്യാൻ പോകും. അങ്ങനെ ഇത് തയ്യാറാക്കി. ചീസ് കേക്ക് തയ്യാറാക്കുന്ന വിധം: വാനില സ്പഞ്ച് കേക്ക് ഷുഗർ ഫ്രീ സിറപ്പ് വെച്ച് ട്രീറ്റ് ചെയ്യുക. കേക്ക് മോൾഡിൽ ഇറക്കി വെക്കുക. മുട്ടയുടെ മഞ്ഞക്കരുവും ഷുഗറും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. പാത്രത്തിൽ വെള്ളം ഒഴിക്കുക. ഇതിൽ ബീറ്റ് ചെയ്ത കൂട്ട് വെച്ച് ചൂടാക്കുക. സാബയോൺ തയ്യാർ. ചൂടാക്കിയ കൂട്ടിലേക്ക് ഉരുക്കിയ ജെലാറ്റിൻ ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് മാസ്കപ്പോൺ ചീസും റാസ്ബെറി മിശ്രിതവും ചേർക്കുക. നന്നായി ബീറ്റ് ചെയ്യുക. ഇതിൽ വിപ്പിംഗ് ക്രീമും ചേർക്കുക. ഇനി ട്രീറ്റ് ചെയ്ത കേക്കിന്റെ മുകളിൽ കൂട്ട് പേസ്റ്റ് ചെയ്യുക. ഇതിന് മുകളിൽ മറ്റൊരു സ്പഞ്ച് കേക്ക് വെക്കുക. ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് ട്രീറ്റ് ചെയ്യുക. വിപ്പിംഗ് ക്രീം വെച്ച് പേസ്റ്റ് ചെയ്യുക. ഇത് ഫ്രീസറിൽ 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്യുക. കേക്ക് ജെല്ലും റാസ്ബെറി മിക്സും മിക്സ് ചെയ്യുക. ഈ കൂട്ട് ഫ്രീസ് ചെയ്ത ചീസ് കേക്കിന്റെ മുകളിൽ ഒഴിക്കുക. കേക്ക് ഡിമോൾഡ് ചെയ്യുക. ചീസ് കേക്ക് തയ്യാർ. പുതുമയും പുതുരുചികളും ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഇന്നത്തെ വനിത ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തായാലും ഇനി പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വനിതയും മലബാർ ഗോൾഡും ചേർന്നൊരുക്കുന്ന സ്വർണ്ണനിധി സമ്മാന പദ്ധതി സമയമാണ്. വനിതയും മലബാർ ഗോൾഡും ചേർന്നൊരുക്കുന്ന സ്വർണ്ണനിധി സമ്മാന പദ്ധതിയിലെ ഇന്നത്തെ ചോദ്യം: ടിരാമിസു ഏത് രാജ്യത്തെ പ്രശസ്തമായ ഡെസേർട്ടാണ്? എ ഇന്ത്യ, ബി ഇറ്റലി, സി ഇംഗ്ലണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ VIN സ്പേസ് A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C എന്ന് ടൈപ്പ് ചെയ്ത് 56776 ഇപ്പോൾ തന്നെ SMS ചെയ്യുക. ഗൾഫ് പ്രേക്ഷകർ www.manoramanews.com/vanida സന്ദർശിച്ച് ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ശരി ഉത്തരങ്ങൾ അയക്കുക. കാരണം വിജയികളെ കാത്തിരിക്കുന്നത് മലബാർ ഗോൾഡ് നൽകുന്ന 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളാണ്. എന്തായാലും വനിതയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതുക. എഴുതേണ്ട വിലാസം ഇതാണ്: പ്രൊഡ്യൂസർ വനിത, മനോരമ ന്യൂസ്